ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നെല്ലിക്ക എങ്ങനെ ഉപ്പിലിടാൻ നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതാണ് അല്ലേ നെല്ലിക്കയും അതുപോലെ തന്നെ ലൂബിക്കയും മാങ്ങയൊക്കെ ഉപ്പിലിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ നെല്ലിക്കയൊക്കെ കേടുകൂടാതെ നമ്മൾ ഉപ്പിലിട്ട് സൂക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഫ്രഷ് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ പുറത്തുനിന്ന് കിട്ടുമ്പോൾ അതിൽ മണ്ണും അതുപോലെ തന്നെ ഇതൊക്കെ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമെങ്കിലും അത് നല്ലപോലെ വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെല്ലിക്കയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നെല്ലിക്കയാണ് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വാലാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ഉണങ്ങിയ കുപ്പി എടുക്കുക. അതിനുശേഷം നമ്മുടെ നെല്ലിക്ക അത്യാവശ്യം നല്ല വലിപ്പമുള്ള നെല്ലിക്ക നോക്കി തന്നെ നമുക്ക് ഉപ്പിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് നെല്ലിക്ക, ഇത് കേടൊന്നും ഇല്ലാത്തത് നോക്കി നമ്മൾ ഇടണം. അങ്ങനെ നല്ല ഫ്രഷ് നെല്ലിക്കയായിരുന്നു. അപ്പോൾ അത് തന്നെ നല്ല വലിപ്പമുള്ളത് നോക്കി തന്നെയാട്ടോ ഞാൻ ഇടുന്നത്. പിന്നെ ചെറിയ ചെറിയ നെല്ലിക്കകൾ നമുക്ക് എന്ത് ചെയ്യാം, മുളകിട്ട് വെക്കാനായിട്ട് എടുക്കാം. കുറച്ച് ഞാൻ ഇത് സാധാ ഉപ്പിലിടുന്നതാണ്. പിന്നെ കുറച്ച് മുളകിട്ട് വെക്കണമെന്നും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളത് നോക്കി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിതുപോലെ വർഷക്കാലത്തേക്കൊക്കെ ഉപ്പിട്ട് വെക്കുന്ന പാത്രങ്ങൾ എപ്പോഴും ചില്ല് പാത്രത്തിൽ ഉപ്പിടാനായിട്ട് ശ്രദ്ധിക്കണം. ചില്ല് പാത്രത്തിലാവുമ്പോൾ കേട് കൂടാതെ ഇരുന്നോളും. അതിനുശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ ഉപ്പ് നമുക്ക് നമ്മുടെ നെല്ലിക്കയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഉപ്പെങ്കിലും ഇട്ട് കൊടുക്കണം. കാരണം ഇത് നല്ല ഉപ്പിലിരുന്ന് കഴിഞ്ഞാൽ കേട് വരാതിരിക്കുകയുള്ളൂ. നമ്മൾ ഉപ്പ് കുറയുമ്പോഴാണ് ഏത് സാധനത്തിനും കേടും അതുപോലെ തന്നെ പാടൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഉപ്പ് കുറവാണ്. ഉപ്പ് അത്യാവശ്യം ഒന്ന് മുന്തി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇടാനായിട്ട്. ഇത് നമ്മൾ മുളകിട്ട് വെക്കാനാണ് കേട്ടോ. കുറച്ച് മറ്റൊരു കുപ്പിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ ചെറുത് നോക്കിയിട്ടാട്ടോ മുളകിട്ട് വെക്കാൻ എടുക്കുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് നമുക്ക് വർഷകാലത്തേക്ക് വേണ്ടി എടുത്ത് വയ്ക്കാം. എത്ര നാൾ വേണമെങ്കിലും അത് കേട് കൂടാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് മുളകിട്ട് വയ്ക്കാൻ ഞാൻ അത്യാവശ്യം ചെറുത് നോക്കി. അപ്പോൾ നമുക്ക് മുളകിട്ട് വെക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ. അത് പെട്ടെന്ന് മുളകും എരിവൊക്കെ പിടിക്കാനായിട്ട്. ഇത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കാരണം ഞാൻ അങ്ങനെ തന്നെ ഇട്ടുള്ളൂ. അതിനുശേഷം ഇത് മുങ്ങത്തക്ക വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. നെല്ലിക്കയുടെ മുകൾ ഭാഗം വരെ നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. നെല്ലിക്ക ഒരിക്കലും വെള്ളം കവിഞ്ഞ് പുറത്തേക്ക് നിൽക്കരുത്. വെള്ളത്തിൻ്റെ താഴെ തന്നെ ആയിരിക്കണം നമ്മുടെ നെല്ലിക്ക, അല്ലെങ്കിൽ കേട് വരും. അതുമ്പോൾ പെട്ടെന്ന് പൂപ്പലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മുന്തി നിൽക്കണം വെള്ളവും ഉപ്പും. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, മുന്തി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതൊരു ഒരാഴ്ച കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ സെറ്റായി നല്ല അടിപൊളി ഉപ്പിലിട്ട നെല്ലിക്ക നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.